മാർച്ച് 17 സുവിശേഷ വഴികളിലൂടെ വിശുദ്ധ മർക്കോസ് 8:31-38. യേശു തൻ്റെ പീഡാനുഭവ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം ഉത്ഥാനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ അത് ശിഷ്യന്മാർ കേൾക്കുന്നില്ല. ബാക്കിയെല്ലാം കേൾക്കുന്നുണ്ട്. ഉത്ഥാനം മാത്രം വിട്ടുപോകുന്നു. അവർ ദുഃഖിതരാകുന്നു. അതുകൊണ്ടാണ് പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി പറയുന്നത്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. ശിഷ്യൻ ഗുരുവിൻ്റെ വഴിയിലൂടെ നടക്കേണ്ടവനാണ്. ശിഷ്യൻ്റെ വഴിയിലൂടെ ഗുരുവിനെ നടത്തേണ്ടവനല്ല. നമ്മുടെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാനുള്ള പരിശ്രമമാകരുത് പ്രാർത്ഥന. ഗുരുവിൻ്റെ ഹൃദയമറിയാനുള്ള അന്വേഷണമായിരിക്കണം. നമ്മുടെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്ന പ്രാർത്ഥിക്കുവാൻ അപ്പോൾ നമുക്ക് കഴിയും. ക്രിസ്തുനാഥൻ ഭൂമിയിലേക്ക് വന്നത് കുരിശിൽ മരിക്കാനാണെന്ന് പലവട്ടം പറഞ്ഞിട്ടും അതിലൂടെ രക്ഷ സാധ്യമാകുമെന്ന് പറഞ്ഞിട്ടും പത്രോസ് പതറിപ്പോകുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നാം നേരിടുന്നത്? പത്രോസിനെ പോലെ ഒളിച്ചോടുന്ന മാർഗത്തിലൂടെയാണോ? അതോ ക്രിസ്തുവിനെ പോലെ പീഡാസഹനങ്ങളെ ഒരു ഉത്ഥാനമകത്ത് മുന്നിൽ കണ്ടുകൊണ്ട് നേരിട്ടുകൊണ്ടാണോ? സ്വന്തം ഇഷ്ടത്തേക്കാൾ ഗുരുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് നിറം പകരുന്ന യഥാർത്ഥ ക്രിസ്തുശിഷ്യരായി രൂപാന്തരപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.